TVS, ഇന്ത്യയിലെ പോപ്പുലർ മോട്ടോർസൈക്കിൾ ബ്രാൻഡ്. ബൈ റവന്യൂ ഇന്ത്യയിലെ തേർഡ് ലാർജസ്റ്റ് മോട്ടോർസൈക്കിൾ കമ്പനി ആൻഡ് ഓൾസോ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടു വീലർ എക്സ്പോർട്ടർ. ഇങ്ങനെ ഇത്രയും ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന TVS ബിസിനസ് ആരംഭിച്ചത് ബസ് സർവീസുകളിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ന് കാണുന്ന റേസ് ബൈക്സും ഇലക്ട്രിക് സ്കൂട്ടറും ഒക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഒരു 110 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ ഒറ്റ റൂട്ടിൽ മാത്രം ആരംഭിച്ച ഒരു ബസ് സർവീസിൽ നിന്നാണ് ഇന്ന് TVS റേസിംഗ് ടീമിലും TVS റാലി ടീമിലും ഒക്കെ എത്തി നിൽക്കുന്നത്. TVSന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനും സ്റ്റോറിയും ഒക്കെ കൂടുതൽ അറിയണ്ടേ? വെൽക്കം ബാക്ക് ടു ചെക്ക് എൻജിൻ. ആയിരത്തി 1877 നമ്മുടെ തിരുക്കുറങ്ങുടി വെങ്കരം സുന്ദരം അയ്യങ്കാർ അഥവാ TVS ജനിക്കുന്നത്. പിന്നീട് ബാങ്കിലും അഡ്വക്കേറ്റും ഒക്കെയായി ജോലി നോക്കിയിരുന്ന TV സുന്ദരം അയ്യങ്കാർക്ക് 1911 തന്റെ 34-ാം വയസ്സിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്താലോ എന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം ബിസിനസ്സിനായി തിരഞ്ഞെടുത്തത് ബസ് സർവീസ് ആയിരുന്നു. അന്നത്തെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം കാളവണ്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്ത് തമിഴ്നാട്ടിലെ മധുരൈ, തഞ്ചാവൂർ, പുതുക്കോട്ട റൂട്ടിൽ നമ്മുടെ അയ്യങ്കാർ TVS ട്രാൻസ്പോർട്ട് എന്ന പേരിൽ ബസ് സർവീസ് ആരംഭിച്ചു. ഇത് അയ്യങ്കാരുടെ വെറും ഒരു ബിസിനസ് മൂവ് മാത്രമല്ലായിരുന്നു. ഡെയിലിയുള്ള സഞ്ചാരത്തിന് ബുദ്ധിമുട്ടിയിരുന്ന അന്നത്തെ സാധാരണക്കാർക്ക് ഒരു ആശ്വാസം കൂടിയായിരുന്നു TVS ട്രാൻസ്പോർട്ട്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബസ് ടിക്കറ്റും പിന്നെ ഒരു 100 കിലോമീറ്ററോളം യാത്രയിൽ ഫ്രീ ഫുഡും ഒക്കെ കൊടുക്കുന്നത് TVSന്റെ ബസ്സുകളിലെ പ്രത്യേകതകളായിരുന്നു. അങ്ങനെ പതിയെ ബസ്സുകളുടെ എണ്ണവും റൂട്ടുകളുടെ എണ്ണവും ഒക്കെ കൂടി വന്നു. പിന്നീട് ബസ് സർവീസ് പോലെ ട്രക്ക് സർവീസിലും കാർ സർവീസിലും പിന്നെ വണ്ടികളുടെയൊക്കെ സ്പെയർ പാർട്സ് നിർമ്മിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഒരു 1950-60 സമയമായപ്പോഴത്തേക്കും TVS ബസ്സുകൾ മാത്രമല്ല ഓടിച്ചിരുന്നത്. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ നട്ടെല്ലായി TVS മാറി. ബ്രേക്സ്, ആക്സൽസ് തുടങ്ങി ഏത് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ആയിക്കോട്ടെ TVS അത് നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു സ്പെയർ പാർട്സ് നിർമ്മാണം TVS മോട്ടോഴ്സിന്റെ അടുത്ത വലിയ സ്റ്റെപ്പായ 2 വീലർ മാനുഫാക്ചറിംഗിലേക്കുള്ള ഒരു ചെറിയ ചവിട്ടുപടി കൂടിയായിരുന്നു. അങ്ങനെ 1976 TVS മോപ്പഡുകൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഇതിനായി ഹൊസൂരിയിൽ ഒരു ഡെഡിക്കേറ്റഡ് മോപ്പഡ് ഡിവിഷൻ ഒക്കെ TVS ആരംഭിച്ചു. പിന്നീട് 1980 TVS 50 എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ 2 സീറ്റർ മോപ്പഡും TVS ലോഞ്ച് ചെയ്തു. നമ്മുടെ ഇന്നത്തെ TVSന്റെ XL100 ഒക്കെ ഒരു മുൻഗാമിയായിരുന്നു ഈ ഒരു TVS 50. അഫോർഡബിളും സ്റ്റേഡിയും പിന്നെ ഏതൊരു സാധാരണക്കാരനും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മോപ്പഡായിരുന്നു TVS 50. ഇന്നും തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു സാധാരണ കാഴ്ചയാണ് TVSന്റെ മോപ്പഡുകൾ. കസ്റ്റമർ ട്രസ്റ്റും ഓപ്പറേഷണൽ ക്വാളിറ്റിയും എല്ലാം കീപ്പ് ചെയ്തായിരുന്നു TVSന്റെ പിന്നീടുള്ള വർഷങ്ങളുടെ ജൈത്രയാത്ര. ഇന്നും TVS ആ ഒരു കസ്റ്റമർ ട്രസ്റ്റിലും റിലയബിലിറ്റിയിലും അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. TVSന്റെ തലവര മാറിയത് 1982 ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ സുസുക്കിയുമായി ചേർന്നുണ്ടായ പാർട്ട്ണർഷിപ്പിനാണ്. ഈ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായി ഒരു 3 അഡാർ ഐറ്റംസ് പിന്നീട് പുറത്തിറക്കി. സമുറായ്, ഷോഗൺ, ഷാവലിൻ. സമുറായിനെ ഒരു നോ പ്രോബ്ലം ബൈക്ക് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. കാരണം ഈ ഒരു ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഇതിനൊരു പ്രോബ്ലം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. മൈലേജിലായാലും പെർഫോമൻസിലായാലും റിലയബിലിറ്റിയിലായാലും മെയിൻറ്റെനൻസിലും അങ്ങനെ എല്ലാത്തിലും സമുറായ് മികച്ചു നിന്നിരുന്നു. ഷോഗൺ ദ ബോസ് എന്നും RX100 കില്ലർ എന്നും ഒക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഷോഗണിന്റെ റിലീസിന് മുമ്പ് വരെയും ഇന്ത്യൻ മാർക്കറ്റ് അടക്കി ഭരിച്ചിരുന്നത് യമഹയുടെ RX100നെ വെല്ലാനായിട്ടാണ് സുസുക്കി ഷോഗൺ ലോഞ്ച് ആക്കിയത്. ആ ഒരു പവർഫുൾ 108cc 2 സ്ട്രോക്ക് എഞ്ചിനും പിന്നെ ഷോഗന്റെ ആ ഒരു ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ എല്ലാം കൊണ്ടും മറ്റുള്ള ബൈക്കുകളെക്കാളും RXനേക്കാളും ഒക്കെ കുറെ കൂടി ബെറ്റർ പെർഫോമൻസ് തരാൻ ഷോഗണിന് കഴിഞ്ഞിരുന്നു. ഷാവലിൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ 5 സ്പീഡ് മോട്ടോർസൈക്കിൾ. 138.2cc 2 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനായിരുന്നു ഷാവലിൻ്റെത്. അങ്ങനെ എങ്ങാനും മറക്കാനൊക്കുമോ ഈ 3 ഐറ്റംസിന്? ഈ ബൈക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുറെ 2 വീലേഴ്സോ മെഷീൻസോ മാത്രമല്ലായിരുന്നു. ഇവരിൽ ഏതെങ്കിലും ഒരു ബൈക്ക് ഒരു ജനറേഷന്റെ തന്നെ ഡ്രീം ബൈക്കായിരുന്നു. TVSന്റെയും സുസുക്കിയുടെയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എൻഡ് ആയത് 2001 ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു ജാപ്പനീസ് ടെക് ഇല്ലാണ്ട് TVS സ്ട്രഗിൾ ചെയ്യുമെന്നും പയ്യെ കൊണ്ട് കൂട്ടിപ്പോകുമെന്നും ഒക്കെ പലരും അഭിപ്രായപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ചെയ്തത്. സുസുക്കിയുടെ ജാപ്പനീസ് ടെക് ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുമെന്ന് വിചാരിച്ചെടുത്ത് നിന്ന് TVS പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതാണ് കാണാൻ കഴിഞ്ഞത്.
2002 അവർ TVS വിക്ടറും പഴയ സുസുക്കിയുടെ ഫിയറോയും ബേസ് ചെയ്തിട്ടുള്ള TVS ഫിയറോയും, അത് കഴിഞ്ഞ് 2003 അവർ സ്കൂട്ടിയുടെ പെപ്പും 2005 അവർ അപ്പാച്ചെ സീരീസും ഒക്കെ ലോഞ്ച് ചെയ്തു. സ്കൂട്ടി പെപ്പ് ആകട്ടെ ലോഞ്ചിന് ശേഷം ഓൾമോസ്റ്റ് മിക്ക വീടുകളിലെയും ഒരു സ്ഥിരം സാന്നിധ്യമായി മാറി. ആണുങ്ങളെ പോലെ തന്നെ ഒരു 2 വീലർ ഓട്ടിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഒട്ടുമിക്ക സ്ത്രീകളുടെയും ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സഹായിച്ചത് നമ്മുടെ സ്കൂട്ടി പെപ്പായിരുന്നു. ഇന്ന് ഏറ്റവും വലിയ സ്കൂട്ടർ പരേഡിനുള്ള വേൾഡ് റെക്കോർഡും ഒക്കെ നമ്മുടെ ഈ സ്കൂട്ടി പെപ്പേന്റെ പേരിലാണുള്ളത്. ഇനി അപ്പാച്ചെ സീരീസ് ആകട്ടെ റേസിംഗ് DNA യിൽ നിന്നും ബിൽഡ് ചെയ്തെടുത്തൊരു ബൈക്കായിരുന്നു. അപ്പാച്ചെ സീരീസിൽ നമുക്കൊരു RTR ടാഗ് ലൈൻ കാണാൻ കഴിയും. അതെന്താണെന്ന് അറിയാമോ? റേസിംഗ് ത്രോട്ടിൽ റെസ്പോൺസ്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു റേസിംഗ് ബൈക്ക് റെസ്പോൺസ് ഒക്കെ തരാൻ കഴിയുമെന്ന്. അപ്പാച്ചെ സീരീസിലേക്ക് ലോഞ്ചിന് മുൻപേ വരെയും TVS കുറേയും കൂടി ഫാമിലി ഓറിയന്റഡ് ബ്രാൻഡായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അപ്പാച്ചെ സീരീസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം TVS ബൈക്കിന്റെയും സ്പീഡിന്റെയും പെർഫോമൻസിന്റെയും അഡ്രിനാലിന്റെയും ഒക്കെ പറ്റി ആളുകൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. 2006 അപ്പാച്ചയുടെ ലോഞ്ച് സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ബജാജിന്റെ പൾസർ ഒക്കെ കത്തി നിന്നിരുന്ന ഒരു ടൈമായിരുന്നു. ആ സമയത്തെ ഒട്ടുമിക്ക ബൈക്ക് മാനുഫാക്ചറേഴ്സും പൾസറിനെ വെല്ലാനായിട്ട് ഓരോ ബൈക്കുകൾ ഇറക്കി വിടുമായിരുന്നെങ്കിലും പൾസറിന്റെ രോമത്തിൽ പോലും തൊടാൻ അവർക്ക് അറിഞ്ഞു കഴിഞ്ഞിരുന്നില്ല. പിന്നെയും ബജാജ് പൾസറിന്റെ സെയിൽസിനെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് നമ്മുടെ അപ്പാച്ചെ സീരീസിനായിരുന്നു. പൾസറിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കണമെന്ന ഉദ്ദേശത്തിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഓവറോൾ ലുക്കിന്റെ കാര്യത്തിലുമൊന്നും TVS വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. പിന്നീട് 2011 ആദ്യമായി ABS ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഇന്ത്യൻ ബൈക്കും നമ്മുടെ TVS അപ്പാച്ചെ സീരീസിലായിരുന്നു. അതിനുശേഷം 2017 ലോകത്തെ ഞെട്ടിച്ചൊരു മുതൽ പിറവിയെടുത്തു. അപ്പാച്ചെ സീരീസിലെ തന്നെ കൊലക്കൊമ്പൻ, യെസ്, ദി അപ്പാച്ചെ RR 310. TVSന്റെയും BMW-ന്റെയും പാർട്ട്ണർഷിപ്പിലൂടെ പിറവിയെടുത്തതാണ് RR 310. എഞ്ചിനും സസ്പെൻഷനും ഫ്രെയിമും എല്ലാം BMW-യുടെ ആയിരുന്നു. എന്നാലും ഈ ഒരു RR 310 ഫുള്ളി ഡിസൈൻ ചെയ്തത് TVS ആയിരുന്നു. RR 310ന്റെ ഡിസൈൻ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനി ഡിസൈൻ ചെയ്തെടുത്തൊരു ബൈക്കായിട്ട് തോന്നത്തേയില്ല. അത്രയ്ക്കൊരു പ്രീമിയം ലുക്കാണ് ഈ ബൈക്കിന്. എന്തിന് ഇപ്പൊ നമ്മുടെ BMW G310 RR എന്ന പേരിൽ റീബാൻഡിന് കൊടുത്തതും നമ്മുടെ ഈ RR 310നെയാണ്. ഇനി അതിനുശേഷം 2018 TVSന്റെ Ntorqന്റെ ലോഞ്ച്. Ntorqന്റെ ലോഞ്ചിന് മുമ്പ് വരെ മൈലേജിലും റിലയബിലിറ്റിയിലും ഒക്കെ നോക്കി സ്കൂട്ടർ എടുത്തുകൊണ്ടിരുന്ന ഇന്ത്യക്കാരെ കൊണ്ട് പെർഫോമൻസിലും ലുക്കിലും ഫീച്ചേഴ്സിലും ഒക്കെ നോക്കി സ്കൂട്ടർ അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് TVSന്റെ ഈ ഒരു Ntorq ആയിരുന്നു. ഒരുപാട് പേർക്ക് ഇന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് TVSന്റെ റേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ. 1982 TVSന്റെ റേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫാക്ടറി റേസിംഗ് ടീം TVSന്റെ റേസിംഗ് ടീമാണ്. നമ്മുടെ ഇന്ത്യൻ ട്രാക്കിൽ മാത്രമല്ല TVS റേസിംഗ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. 2019 ബ്രൂട്ടൽ ഡക്കാർ റാലിയെല്ലാം TVS റേസിംഗ് വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡക്കാർ റാലി വിൻ ചെയ്തിരുന്ന ആദ്യത്തെ ഇന്ത്യൻ മാനുഫാക്ചറർ കൂടെയായി TVS മാറി. ഇതുകൂടാതെ ഇന്റർനാഷണൽ ലെവലിലും ഏഷ്യൻ ലെവലിലുമെല്ലാം TVS റേസുകൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഒരുപാട് ഓഫ് റോഡ് റാലികളുമൊക്കെ TVS സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് TVS ആണ് ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് 2 വീലർ മാനുഫാക്ചറർ കമ്പനി ആൻഡ് ഓപ്പറേറ്റ്സ് ഓവർ 60+ കൺട്രീസ്. അതുമാത്രമല്ല 2020 UK പോപ്പുലർ സൂപ്പർ ബൈക്ക് നിർമ്മാതാക്കളായ നോർട്ടൺ മോട്ടോർസൈക്കിൾസിനെയും ഒക്കെ TVS അക്വയർ ചെയ്യുകയുമുണ്ടായി. TVSന്റെ മിക്ക ബൈക്കുകളോ അല്ലെങ്കിൽ സ്കൂട്ടറുകളോ ഒക്കെ ടോപ്പ് 10 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചവയാണ്. TVSന്റെ iQube ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യൻ ടോപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒക്കെ റാങ്ക് ചെയ്തേക്കുമുണ്ടായി. TVS ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ ടോപ്പ് 10 2 വീലർ മാനുഫാക്ചേഴ്സിലും ഇടം പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് TVSനെ പറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ TVSനെ പറ്റിയുള്ള എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫേവറേറ്റ് TVS ബൈക്കോ സ്കൂട്ടറോ ഏതാണെന്ന് കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.